ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു നാട്ടിൻപുറത്താണ്. ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ കട കണ്ടത്. സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു പഴയ കട, നിരവിട്ടൊരു കട. ആ കട എന്നെ ആകർഷിച്ച് വിളിക്കുന്ന പോലെ 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാടേ എന്ന് പറയുന്ന പോലെ. പിന്നെ ഈ തിണ്ണയിൽ 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാം അല്ലേ. ഇതിൻ്റെ നേരെ എതിരിന് വീടിനോട് ചേർന്ന് ചെറിയൊരു കടയുണ്ട്. അവിടെ നമുക്കൊരു നാടൻ നാരങ്ങ വെള്ളം കുടിക്കാം. ചേച്ചി ഒരു നാരങ്ങ എടുത്ത് കട്ട് ചെയ്തു. കിണർ വെള്ളമാണ് ചേച്ചി ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാരയും ഉപ്പും ചേർത്ത് സ്പൂണിട്ട് കറക്കി ഒരു നാരങ്ങ വെള്ളം റെഡിയാക്കി ചേച്ചി എൻ്റെ കൈ. അപ്പോഴാണ് തൊട്ടടുത്തൊരു അമ്മൂമ്മയും മകനും ഞങ്ങൾ തർക്കം. അവൻ പറയുന്നത് അവന് ഓക്കെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ പറയുന്നത് ഓക്കെ ബിരിയാണി വാങ്ങി തരത്തില്ല, വേറെ എന്ത് വേണമെങ്കിലും വാങ്ങിക്കോളാം. ഞാൻ വിചാരിച്ചു എന്താണ്ട് ഈ നാട്ടിൻപുറത്ത് ഓക്കെ ബിരിയാണി. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറയുന്നത് ഈ പാക്കറ്റ് കിടക്കുന്നതാണ് ഓക്കെ ബിരിയാണി. അവൻ വന്നു, വേറെ 2-3 മുട്ടായി വാങ്ങി സന്തോഷത്തോടെ ഓടിപ്പോയി. എൻ്റെ മനസ്സും കുറച്ച് നേരം പഴയ കാലത്തിലേക്കൊന്ന് പോയി. ഇത് പിറവത്തിനടുത്തുള്ള മണ്ണൂക്കുന്ന് ഓർത്തഡോക്സ് പള്ളിയാണ്. ഒരു കുന്നിൻ മോഡലുള്ള മനോഹരമായ പള്ളിയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ല വ്യൂ ആണ്. പള്ളിമുറ്റത്ത് രാജകീയ പ്രൗഢിയിൽ 2 BMW റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ പാരിഷ് ഹാൾ വളരെ മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. നമ്മളെ സിറ്റിയിലൊക്കെ കാണുന്നതിനെക്കാട്ടിയും വളരെ മനോഹരമായിട്ട് ഗ്രാമപ്രദേശത്ത് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ വെൽക്കം ഡ്രിങ്കായിട്ട് നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. നാരങ്ങ വെള്ളം കുടിച്ചില്ലായിരുന്നെങ്കിൽ ഒരെണ്ണം പരീക്ഷിക്കാമായിരുന്നു. എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ ബൊഫയാണ്. ഒരു പ്ലേറ്റ് എടുത്തു. പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, രണ്ടും സ്കിപ്പ് ചെയ്യാം. ചിക്കൻ കറിയുണ്ട്, അതും സ്കിപ്പ് ചെയ്യാം. സലാഡുണ്ട്, അത് വേണം. പിന്നെ നല്ല കുത്തരി ചോറുണ്ട്. ചോറ് കുറച്ചെടുക്കാം, ബീഫും എടുക്കാം. പിന്നെ കാളനുണ്ട്, 2-3 കറികൾ വേറെ ഉണ്ട്, അച്ചാറുണ്ട്. കൊള്ളാം. ഒരുപാട് ആഡംബരമൊന്നുമില്ലാത്ത നല്ലൊരു ഊണത്. പിന്നെ ഡെസർട്ടായിട്ട് ഐസ്ക്രീമുണ്ട്, കേക്കുണ്ട്, ഒരു ഇളനീർ പുഡിങ്ങും. പോരെ, സന്തോഷമായില്ലേ? അപ്പോൾ നല്ലൊരു അനുഭവമായി ഞാൻ പോകുന്നു. ഈ പിറവം മേഖല വളരെ മനോഹരമായ സ്ഥലമാണ്. മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ബൈ.